പെട്ടെന്ന് ഒരാൾക്കൂട്ടം, ഭയങ്കര തിരക്ക്. ആ തിരക്ക് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ആരാന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും സച്ചിൻ ടെണ്ടുൽക്കർ. എനിക്ക് ശരിക്കും പറഞ്ഞ് വിശ്വസിക്കാനും പറ്റുന്നില്ല. ഫോണിലാണെങ്കിൽ ആകെ 5% ചാർജ്. ഫോട്ടോ എടുക്കണമെന്നല്ലായിരുന്നു ആഗ്രഹം, വീഡിയോ തന്നെ എടുക്കണം. അപ്പോഴാണ് നമുക്കത് സോഷ്യൽ മീഡിയയിൽ ഇടാൻ പറ്റുള്ളൂ. നീ എന്തെങ്കിലും മറ്റേ സച്ചിൻ ടെണ്ടുൽക്കർ പറഞ്ഞു, നീ എന്തിനാ ഇങ്ങനെ നിൽക്ക് തിരിഞ്ഞ് നിൽക്ക്, എന്നാലേ വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ എന്നുള്ളതിൽ തിരിഞ്ഞ് നിൽക്കാൻ പറഞ്ഞു. എന്നിട്ട് ഞാൻ അപ്പോഴും ഭയങ്കര ടെൻഷനാണ്, എൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഓടുകയാണ്. സച്ചിൻ ടെണ്ടുൽക്കർ എൻ്റെ തോളത്ത് ഇങ്ങനെ തട്ടിയപ്പോ എനിക്ക് എന്തൊക്കെയോ സത്യം. ഞാന് ജോലി കഴിഞ്ഞ് വന്നാൽ തന്നെ പുറകെ തന്നെ ഇങ്ങനെ വരിക. രാവിലെ മുതലേ ജോലി എപ്പോഴാ കഴിഞ്ഞു വരുന്നതെന്ന് കാത്തിരിക്കുവാണ് കുട്ടി. ഞാൻ കുറച്ച് മാറിയൊക്കെ കിടക്കും, ഞാൻ തറയിലൊക്കെ കിടക്കും. അപ്പം കുറച്ചും കൂടി അടുത്തേക്ക് വരുമല്ലോ. എന്തായാലും കുറച്ച് മാറി നിന്ന് കഴിഞ്ഞാല് അപ്പൊ ആൾക്കാരെ അടുക്കും. പേടി കഴിഞ്ഞിട്ട് പോവുന്നു ഉണ്ടോ? പേടിയില്ല, എനിക്ക് നല്ല വിശ്വാസമാണ്. എന്നാലും ചെറിയൊരു ഭയം. ആരെങ്കിലും ഒരാൾ വിട്ടുവെച്ച് കൊടുക്കണം. അപ്പൊ ഒരുപാട് ഡിവോഴ്സ് കേസ് നടക്കുന്നുണ്ടോ, ഒരാളും വിട്ടുവെച്ച് ചോദിക്കാം. ഈഗോ ആണ് എല്ലായിടത്തും. പിണക്കൊക്കെ മാറിയിട്ട് അത് പിണങ്ങി ഇങ്ങനെ അടുക്കാന് ഇത്തിരി പാടാ. പിണങ്ങി കഴിഞ്ഞാൽ സോറി പറഞ്ഞാലും അങ്ങോട്ട് കേൾക്കാറില്ല. എനിക്ക് തോന്നുന്നു ആ വീഡിയോ കാണുന്ന എല്ലാവർക്കും ആ ഒരു സന്തോഷം കിട്ടുക, ആ രീതിയിലാണ് ആ വീഡിയോ പോയിട്ടുള്ളത്. ആ സംഭവം കഴിഞ്ഞാല് ഞാൻ മേഘാലയയിൽ അവിടെ ചെന്നപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഒരു ടാക്സി വിളിച്ചിട്ട് 500 രൂപ കൊടുത്തിട്ട് ഇങ്ങനെ റോട്ടിൽ കൂടെ ഇങ്ങനെ കയറിപ്പോകും. ഞാൻ അങ്ങനെ പോയില്ല. ഞാനത് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കാട്ടിലൊരു മലയുണ്ട്, അതായത് ആ ഭാഗത്ത് തന്നെ ഒരു മല, ആ മലയുടെ മേളിൽ കയറുന്നത് കാട്ടിക്കൂടെയാ. അപ്പൊ ആ കാട്ടിക്കൂടെ ഞാൻ എങ്ങനെയൊക്കെ കയറി, ആരും വഴിയൊന്നും അറിയില്ല, ഞാൻ അങ്ങനെ കയറി ഞാൻ അവിടെ ചെന്ന് സ്ഥലം നോക്കി കഴിഞ്ഞപ്പം കണ്ട് ആ വ്യൂ പോയിന്റ് എത്തി. ഞാൻ എവിടെയൊക്കെ ഒരു വ്യൂ പോയിന്റിൽ എത്തി. ഞാൻ അങ്ങനെ ചെന്ന് അത് കണ്ട് കുറച്ചു നേരം ഇങ്ങനെ ആസ്വദിച്ച് ഇങ്ങനെ വന്നപ്പോഴാണ് പെട്ടെന്ന് ഒരാൾക്കൂട്ടം, ഭയങ്കര തിരക്ക്. ആ തിരക്ക് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ആരാന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും സച്ചിൻ ടെണ്ടുൽക്കർ. എനിക്ക് ശരിക്കും പറഞ്ഞ് വിശ്വസിക്കാനും പറ്റുന്നില്ല. എല്ലാവരും പറഞ്ഞ് അങ്ങോട്ട് പോകണ്ട, പോലീസ് ഓഫീസറും പിന്നെ അവിടെയുള്ള സ്റ്റാഫ്സൊക്കെ പറയുന്നു ബാദ്മേ അഭിനയ്. എനിക്ക് കുറച്ച് ഹിന്ദിയൊക്കെ അറിയാട്ടോ. ബാദ്മേ അഭിനയ് എന്നൊക്കെ പറയും. അപ്പം ഞാൻ പറഞ്ഞു ബൈ ഏക് മിനിറ്റ് ദേഖേഗാ ബൈ പ്ലീസ് ബൈ എന്നൊക്കെ പറയുന്നുണ്ട്. അവർ സമ്മതിക്കണില്ല. എൻ്റെ ഫോണിലാണെങ്കിൽ ആകെ 5% ചാർജ്. എങ്ങനെയും വീഡിയോ എടുക്കണം, അല്ലെങ്കിൽ ഒരു ഫോട്ടോ എടുക്കണമെന്നല്ലായിരുന്നു ആഗ്രഹം, വീഡിയോ തന്നെ എടുക്കണം. അപ്പോഴാണ് നമുക്കത് സോഷ്യൽ മീഡിയയിൽ ഇടാൻ പറ്റുള്ളൂ. അപ്പം അത് കാരണം കൊണ്ട് രണ്ടും കൽപ്പിച്ച് എന്ത് വന്നാലും കുഴപ്പമില്ല, സച്ചിൻ ടെണ്ടുൽക്കറെ കണ്ടേ പറ്റൂ. ഞാൻ ഒരു പട്ടാളക്കാരനൊക്കെ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇവരെല്ലാം തട്ടി മാറ്റിയിട്ട് ഞാൻ പറഞ്ഞു സാർ ഞാൻ കേരളത്തിൽ നിന്നാണ് വരുന്നത്, ഇത്രയും ദൂരത്ത് നിന്നാണ്, ഞാൻ സാറിൻ്റെ വലിയ ഫാനാണ്, ഞാൻ സാറെ പ്ലീസ് എന്നെ ഫോട്ടോ എടുപ്പിക്കണം പ്ലീസ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇടിച്ച് കയറി ചെന്നിട്ടാണ് ഞാൻ ആ വീഡിയോ എടുത്തത്. അന്ന് അവർ പറഞ്ഞ് നീ എന്താ ഇങ്ങനെ നിൽക്കുക, മറ്റേ സച്ചിൻ ടെണ്ടുൽക്കർ പറഞ്ഞ് നീ എന്തിനാ ഇങ്ങനെ നിൽക്ക് തിരിഞ്ഞ് നിൽക്ക്, എന്നാലേ വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ എന്നുള്ളതിൽ തിരിഞ്ഞ് നിൽക്കാൻ പറഞ്ഞു. എന്നിട്ട് ഞാൻ അപ്പോഴും ഭയങ്കര ടെൻഷനാണ്, എൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഓടുകയാണ്. അവസാനം മൂപ്പര് എന്നോട് ചോദിച്ചു എന്താ പേര് എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ പേര് ചിന്നരാജ് അഭയോന്ന് ചോദിച്ചു. ആ ഫാൻസ് അത് തോളത്തിങ്ങനെ തട്ടി. സച്ചിൻ ടെണ്ടുൽക്കർ എൻ്റെ തോളത്തിങ്ങനെ തട്ടിയപ്പോൾ എനിക്ക് എന്തൊക്കെയോ സത്യം. ഞാൻ ക്രിക്കറ്റിനോട് വലുതായിട്ട് കണ്ടിട്ടൊന്നും ഉണ്ടാവില്ല, പക്ഷെ സച്ചിൻ ടെണ്ടുൽക്കർ എന്ന് പറയുമ്പം അത് ഭയങ്കരമായിരുന്നു എനിക്ക്. പിന്നെ ലാസ്റ്റ് അവസാനം ഞാൻ ആ ഒരു വീഡിയോ എടുക്കുന്നതും ആ ഒരു മൂമെന്റ് കൊടുക്കുന്നതും സച്ചിൻ ടെണ്ടുൽക്കർ കണ്ടിട്ടുണ്ട്. അത് കണ്ടിട്ട് മൂപ്പര് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ സെർച്ച് ഉണ്ടാവില്ല നമ്മൾ ആ ഒരു മൂവ്മെന്റ്, അതെനിക്ക് കിട്ടിയിട്ടുണ്ട്. ആ തോളത്ത് തട്ടലും എന്നെ അന്വേഷിക്കുന്നതായിട്ടുള്ളൊരു മൂവ്മെന്റ് ഇല്ല, അതെനിക്ക് കിട്ടിയപ്പോൾ എന്തോലെ. അതാണ് ഞാൻ ആ ഒരു വീഡിയോ എടുക്കാനുള്ള കാരണം, അങ്ങനെ എടുത്ത് പോസ്റ്റ് ചെയ്യാനുള്ള കാരണം. ഓക്കെ, ഇനിയിപ്പോൾ നമുക്കൊരു റാപ്പിഡ് ഫയർ റൗണ്ടിലേക്ക് പോവാം. ഓക്കെ, ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ രണ്ടുപേരും കണ്ണടച്ചിരിക്കുക, നിങ്ങളിൽ ആരാണ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഹൂ ഇസ് മോർ ജെലസ് അങ്ങനെ ചോദിക്കുമ്പോൾ
ആരാണ് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ അസൂയുള്ള ആള് ചൂണ്ടിക്കാണിക്കാം. ഇപ്പൊ സ്വന്തമായിട്ടാണെങ്കിൽ സ്വന്തമായിട്ട് കാണിക്കാം, അല്ലെങ്കിൽ അങ്ങോട്ട് കാണിക്കാം. ഓക്കെ, ഇപ്പൊ കണ്ണടച്ചിരുന്നോ? സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കണ്ണടച്ചിരുന്നോ? കളി മനസ്സിലായില്ലേ? ആ ചോദിക്കുന്നതിന് ഉത്തരം ചോദിക്കുന്നത് ഇപ്പം സ്വന്തമായിട്ടാണ്, ഇപ്പം ഹൂ ഈസ് മോർ റൊമാൻറ്റിക് എന്ന് വെച്ചാൽ സ്വന്തമായിട്ടാണ് തോന്നുന്നെങ്കിൽ ഇങ്ങനെ തന്നെ കാണിക്കാം, അല്ലെങ്കിൽ അപ്പുറത്തിരിക്കുന്ന ആളെ കാണിക്കാം. ചേട്ടൻ ഇങ്ങോട്ട് കാണിക്കാം. ഓക്കെ, ഇപ്പം കണ്ണടച്ചോ. ഹൂ ഈസ് മോർ റൊമാൻറ്റിക്? ചേട്ടൻ ആക്ഷൻ കാണിച്ചില്ല. ഹൂ ഈസ് മോർ റൊമാൻറ്റിക്? ആരാണ് കൂടുതൽ റൊമാൻറ്റിക്? കണ്ണടച്ചിട്ട് കാണിച്ചോ. ഹൂ ഈസ് മോർ റൊമാൻറ്റിക്? ഓക്കെ, നിങ്ങൾ രണ്ടുപേരും എന്താ പറഞ്ഞെന്നറിയോ? രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടാ ചൂണ്ടിയത്. ശരിക്കും ആരാ റൊമാൻറ്റിക്? സത്യം എനിക്ക് റൊമാൻസ് കൂടുതലാണ്, ചേട്ടന് റൊമാൻസ് കൂടുതലാണ്. ഇവൾക്ക് തന്നെ ഞാന് ജോലി കഴിഞ്ഞ് വന്നാൽ തന്നെ പുറകെ തന്നെ ഇങ്ങനെ വരിക. ഫോണിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോ ഞാൻ ഇത്രയും രാവിലെ മുതല് കാത്തിരിക്കുന്നു. രാവിലെ മുതലേ ജോലി എപ്പോഴാ കഴിഞ്ഞു വരുന്നതെന്ന് വിചാരിച്ച് കാത്തിരിക്കുവാണ് കുട്ടി. ഈ ഫോൺ യൂസ് ഭയങ്കര പ്രശ്നം തന്നെയാണ്. ആ കുറ്റം ഞാൻ സമ്മതിക്കുന്നു. ഇപ്പൊ ചേട്ടൻ റൊമാൻറ്റിക് അല്ല? ആണ്. ചേട്ടനാണോ കൂടുതൽ റൊമാൻറ്റിക്? ഇടയ്ക്ക് നല്ലോണം. ഇടയ്ക്ക് നല്ലോണം. എങ്ങനെയാ നമ്മള് വഴക്കൊക്കെ ഉണ്ടാക്കിയിരിക്കുമ്പോഴായിരുന്നു ആണോ? പിണങ്ങിയിരിക്കുമ്പോ എങ്ങനെയെങ്കിലും സെറ്റ് ആക്കണമല്ലോ. ഞാൻ കുറച്ച് മാറിയൊക്കെ കിടക്കും. ഞാൻ തറയിലൊക്കെ കിടക്കും. അപ്പം കുറച്ചും കൂടി അടുത്തേക്ക് വരുമല്ലോ. എന്തായാലും കുറച്ച് മാറി നിന്ന് കഴിഞ്ഞാല് അപ്പൊ ആൾക്കാരെ അടുക്കും എന്നുള്ള ഒരു മൈൻഡ് സെറ്റോട് കൂടി ഞാൻ മാറിക്കും. അപ്പൊ അവള് ഓട്ടോമാറ്റിക്കലായിട്ട് എന്തിനെങ്ങനെ മേടിയൊന്നും എടുക്കും. ഓക്കെ, ഇനി കാണിച്ചോ. അടുത്ത ക്വസ്റ്റ്യൻ, ഹൂ ഈസ് മോർ ജെലസ്? ഇപ്പൊ നിങ്ങൾക്ക് ഒരുപാട് പ്രപ്പോസൽസ് ഒക്കെ വരുന്നുണ്ടാവും, അല്ലെങ്കിൽ ഇപ്പൊ ചേച്ചിയാണെങ്കിൽ വേറെ ആണുങ്ങളോട് സംസാരിക്കുന്നത് ചേട്ടന് ഇഷ്ടമല്ല, ചേട്ടനാണെങ്കിൽ ചേച്ചി ബാക്കിയുള്ളവരോട് സംസാരിക്കുന്നത് ഇഷ്ടമല്ല. ഹൂ ഈസ് മോർ പൊസസീവ് എന്നാണ് ക്വസ്റ്റ്യൻ. ആരാ കാണിച്ചോ ചേട്ടാ? അത് കറക്റ്റ് ആവട്ടെ. ചേച്ചി കാണിച്ചത് ചേച്ചീനെ തന്നെയാ. വേറെ പെൺകുട്ടികളൊന്നും വന്ന് സംസാരിക്കാൻ സമ്മതിക്കില്ല? അങ്ങനെയല്ല, ഒരു ചെറിയൊരു ഇതുണ്ട്. ഇതിപ്പോ ഇത്രയും കഴിഞ്ഞതല്ലേ, ഞാൻ എല്ലാ കാര്യങ്ങളും ഓപ്പൺ ആയിട്ട് പറയുന്നതും അല്ലേ. അപ്പൊ അത് കാരണം കൊണ്ട് തന്നെ ഒരു ചെറിയൊരു എന്റെ കയ്യിൽ നിന്ന് പോവോ, എന്റെ കൈ വിട്ട് പോവോ എന്നുള്ളൊരു പേടി. ഓ, എല്ലാം ഓപ്പണായി പറഞ്ഞു. അതേപോലുള്ള കഥകളാ കയ്യിലിരിക്കുന്നത്. അതുകൊണ്ട് ഒരു പേടി, കൈവിട്ട് പോവോന്ന്. ഉണ്ടോ? പേടിയില്ല, എനിക്ക് നല്ല വിശ്വാസമാണ്. എന്നാലും എന്നാലും ചെറിയൊരു ഭയം. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ, കണ്ണടച്ചോ. ഹൂ അപ്പോളജൈസസ് ഫസ്റ്റ്? ആദ്യം ആരാണ് സോറി പറയാറ്? കാണിച്ചോ. ചേട്ടൻ ആലോചിച്ച് കഴിഞ്ഞില്ല, കാണിച്ചോ. ആരാദ്യം സോറി പറയാറ്? ഒരു വഴക്കുണ്ടായി കഴിഞ്ഞാല് ആരാദ്യം സോറി പറയാറ്? ചേച്ചിയും ചേട്ടനെ തന്നെയാണ്. അതെന്താ അങ്ങനെ? ഞാൻ ഇവിടെ കാണിക്കുന്നത് നോർമലി അങ്ങനെയല്ലല്ലോ. ഒരു റിലേഷനില് ആ പെണ്ണുങ്ങളാണ് ഇങ്ങനെ ചേട്ടാ സോറി ചേട്ടാ അങ്ങനെയല്ല ഇങ്ങനെയാണ് സംഭവം എന്ന് പറഞ്ഞ് പുറകെ എടുക്കാറ്. അത് വേറൊന്നല്ല, നമ്മൾ വിട്ടുവീഴ്ച കൊടുക്കണം എല്ലാ കാര്യത്തിനെയും. ഇപ്പൊ നമ്മുടെ ഭാഗത്താണെന്ന് തെറ്റെങ്കിൽ പോലും നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് വിട്ടുവീഴ്ച കഴിഞ്ഞാൽ ആരെങ്കിലും ഒരാൾ വിട്ടുവീഴ്ച കൊടുക്കണം. ഇപ്പൊ ഒരുപാട് ഡിവേഴ്സ് കേസ് നടക്കുന്നുണ്ടോ, ഒരാളും വിട്ടുവീഴ്ച ചോദിക്കണം. ഈഗോ ആണ് എല്ലായിടത്തും ഈഗോയാണ് അവിടെ പ്രശ്നം. അതുകൊണ്ട് ഞാൻ എന്ത് പ്രശ്നം ഉണ്ടെങ്കിൽ തന്നെ ഇപ്പൊ എന്റെ ഭാഗത്ത് തന്നെയാണ് പ്രശ്നമെങ്കിൽ പോലും ഞാൻ ഒന്ന് കാമായിട്ട് കുറച്ചു നേരം കഴിഞ്ഞതിന് ശേഷം. സ്വന്തം ഭാഗത്താണ് പ്രശ്നമെങ്കിൽ പോലും അത് ഭയങ്കര വലിയൊരു പോയിന്റ് ആണ്. കേൾക്കുന്നവരെല്ലാവരും കണ്ടുപിടിക്കട്ടെ. ഓക്കെ, ഇനി കണ്ണടച്ചോ. ഹൂ ഇസ് ദ ബെറ്റർ കുക്ക്? ആരാണ് നന്നായിട്ട് ഫുഡ് ഉണ്ടാക്കുക? ചൂണ്ടിക്കോ. വീട്ടിലെ ജോലിയെല്ലാം ചേട്ടനാണോ ചെയ്യുന്നത്? ഇവൾക്ക് ചെറുതായിട്ടൊക്കെ അറിയുള്ളൂ. ഇവൾക്ക് തേങ്ങ ഇട്ടിട്ടുള്ളതാണെങ്കിൽ നന്നായിട്ടുണ്ടാവും. ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ തേങ്ങ നമ്മൾ ചിലതിലെല്ലാം ഉണ്ടാക്കാറുള്ളൂ. തേങ്ങയാണ് മെയിന്. എരിവ് പറ്റത്തില്ല. എരിവ് എനിക്ക് ചെറിയൊരു ഇതുണ്ട്, അപ്പം എരിവ് വേണ്ടെന്ന് വെച്ചിട്ട് ഒഴിവാക്കും. ചേട്ടനുണ്ടാക്കുന്ന എന്ത് ഫുഡാ ഇഷ്ടം? എല്ലാം ഇഷ്ടമാണ്. ജ്യൂസൊക്കെ എനിക്ക് ഇഷ്ടം. ജ്യൂസൊക്കെ ഇഷ്ടമാണ്. സീക്രട്ട് റെസിപ്പീസ് എന്തെങ്കിലും ഉണ്ടോ ഇങ്ങനെ? റെസിപ്പീസ് ആസ് എ ജ്യൂസ് മേക്കർ എന്തെങ്കിലും സ്പെഷ്യൽ റെസിപ്പി ഒക്കെ ഉണ്ടോ?
സ്പെഷ്യൽ റെസിപ്പി ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ. അത് ഭയങ്കര ഒരു സംഭവം തന്നെയാണ്. അതായത് പൈനാപ്പിൾ ചോക്ലേറ്റ് എന്ന് പറയും. അത് ചാറ്റ് ജിപിടിയിൽ ഞാൻ ഒരു ദിവസം ചോദിച്ച് മനസ്സിലാക്കിയിട്ട് ഞാനത് അങ്ങനെ ഒന്ന് ടെസ്റ്റ് അടിച്ചു നോക്കിയാ. എങ്ങനെയാ? നല്ല ടേസ്റ്റ് ഉണ്ട്. കാരണം ഞാൻ പൈനാപ്പിൾ നല്ല അതിൻ്റെ മേളിലത്തെ ആ നാരുണ്ടല്ലോ അതൊക്കെ കളഞ്ഞിട്ടുള്ള നല്ല പ്യൂർ ആയിട്ടുള്ള പൈനാപ്പിൾ അത് മാത്രം എടുത്തിട്ട് കട്ട് ചെയ്തിട്ട് പിന്നെ ഇഞ്ചിയും ചതച്ചിട്ട് ഇട്ട് ചോക്ലേറ്റിൻ്റെ ഐസ്ക്രീം ഇട്ടിട്ട് പാലും കൂടി ഇട്ടിട്ട് അടിച്ച് പഞ്ചസാര ഇട്ടിട്ട് നല്ല ടേസ്റ്റ്. ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടോ? ഇല്ല, നോക്കണം. ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അല്ല, ഷോപ്പിലല്ലേ, നമ്മുടെ വീട്ടിൽ അങ്ങനത്തെ ഒരു ഫെസിലിറ്റീസ് ഇല്ല. അപ്പൊ നമ്മള് ആ ഒരു സമയം നമ്മള് ഷേക്കൊക്കെ അടിക്കും, ഷാർജ അടിക്കും, പിന്നെ വീട്ടില് ഷേക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കും, ജ്യൂസ് ഷേക്ക്. ഈ ഗർഭകാലത്ത് എന്ത് പറഞ്ഞാ ബുദ്ധിമുട്ടിക്കാറ്? എന്ത് കഴിക്കാൻ ആഗ്രഹം ഉണ്ടെന്നാ പറയാറ് ഏറ്റവും കൂടുതൽ? അനാറാണോ? സത്യം, അനാറ് കഴിക്കുന്നേ ഇല്ല. പറ്റത്തില്ല, അന്നേരം ഛർദിക്കും. അല്ല, അനാറ് പറ്റുന്നില്ലെന്നാണോ? ഏറ്റവും കൂടുതൽ കഴിക്കാൻ ആഗ്രഹമുള്ളത് എന്താ? ഇപ്പൊ ചിലര് മസാല ദോശ കഴിക്കണം, പച്ചമാങ്ങ കഴിക്കണം എന്നൊക്കെ ആഗ്രഹം പറയില്ലേ? അങ്ങനെ എന്താ? മാങ്ങ എനിക്ക് ഭയങ്കര ഇഷ്ടം. മാങ്ങ, പച്ചമാങ്ങയാണോ? പച്ചമാങ്ങയാണ് ഇവിടെ അല്ലേ? ഇപ്പൊ കയറി പറിക്കാറൊക്കെ ഉണ്ടോ? സീസൺ കഴിയാറായി. ഇനിയിപ്പോ കടയിൽ നിന്നൊക്കെ മേടിക്കും. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ മേടിക്കുമ്പോൾ ഒരുമിച്ചിട്ട് അങ്ങോട്ട് മേടിക്കും. ഓരോന്നോരോന്നായിട്ടായിരിക്കും. നമ്മുടെ കയ്യിൽ ഫിനാൻഷ്യലി എന്തൊക്കെയുണ്ടോ അതൊക്കെ നോക്കിയിട്ട് ഓരോന്നോരോന്ന് എല്ലാം കഴിക്കണമെന്ന് മാത്രം. ഒരു ദിവസം ഞാൻ എല്ലാ സാധനവും മേടിച്ചു കൊടുത്തു. അതിന്റെ വീഡിയോസും ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. എല്ലാ സാധനവും മേടിച്ച് ഞാൻ കൊടുത്തിട്ട് 2 മിനിറ്റ് 3 മിനിറ്റ് പോലും കഴിഞ്ഞില്ല, ഛർദിച്ചു മൊത്തം. ഫുൾ ഛർദിച്ചു. ഭയങ്കര ഛർദിയാണോ? ഇല്ല, അങ്ങനെ ഇപ്പൊ കുറവുണ്ട്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. കണ്ണടച്ചോ? ഇതിന്റെ ആൻസർ എനിക്കും അറിയാം. ഹൂ സ്പെൻഡ്സ് മോർ ടൈം ഓൺ ഇൻസ്റ്റഗ്രാം? ആരാണ് ഏറ്റവും കൂടുതൽ ഇൻസ്റ്റഗ്രാമിൽ ടൈം സ്പെൻഡ് ചെയ്യുന്ന ആള്? ചൂണ്ടിക്കോ. ഓക്കെ, നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. കണ്ണടച്ചോ. ഹൂ ഇസ് മോർ സ്റ്റബേൺ? സ്റ്റബേൺ മീൻസ് ഭയങ്കര വാശി ആർക്കാണ്? വാശി. ഓക്കെ, കൈ ചൂണ്ടിക്കോ. ആർക്കാ? അങ്ങോട്ടും ഇങ്ങോട്ടും. അതെന്താ? ഇപ്പം ചേച്ചിക്ക് വാശി ഉണ്ടോ? ഉണ്ട്. എന്ത് കാര്യമോ ഏറ്റവും കൂടുതൽ വാശി പിടിച്ച് നേടിയെടുത്തിട്ടുള്ള? നേടിയെടുക്കാനൊന്നുമില്ല, വാശി പിടിക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. എല്ലാം പറയുമ്പോ തന്നെ സാധിച്ചു. ഇനി എന്താ ചേട്ടൻ പറഞ്ഞേ ഭയങ്കര വാശിയാണെന്ന്? എന്താ? ഒന്നുമില്ല, ഈ പിണക്കൊക്കെ മാറിയിട്ട് അത് പിണങ്ങി ഇങ്ങനെ അടുക്കാന് ഇത്തിരി പാടാ. പിണങ്ങി കഴിഞ്ഞാൽ ഞാൻ സോറി പറഞ്ഞാലും അങ്ങോട്ട് കേൾക്കാറില്ല. അതൊരു പ്രശ്നമുണ്ട്. അപ്പൊ ചേട്ടൻ എന്തിനാ വാശി പിടിക്കാറ്? ചില കാര്യങ്ങൾക്ക്. എന്താ കാര്യം? ഫുഡ് കഴിക്കാത്തതിന്. ചേച്ചി ഫുഡ് കഴിക്കാത്തതിന് ചീത്ത പറയോ? അതൊരു പ്രശ്നമാണ്. അതായത് എനിക്ക് വെയിറ്റ് ഉണ്ട് ഇവൾക്ക്. ആദ്യം ഞാൻ കൂട്ടിക്കൊണ്ടുവരുമ്പോ ഭയങ്കര വെയിറ്റ് കുറവായിരുന്നു, 33 അത്ര ഉണ്ടായിരുന്നു. 33? ഡോക്ടർ പറഞ്ഞത് 40ന്റെ അടുത്തേക്ക് എന്തെങ്കിലും നോക്കണം, അപ്പം എന്നാലാണ് നല്ല രീതിയിൽ പ്രസവം കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുക. അങ്ങനെ ഇല്ലാത്തവരും പ്രസവിച്ചിട്ടുണ്ട്. പക്ഷെ എനിക്കൊരു ആഗ്രഹം, നമ്മളൊന്ന് ആരോഗ്യം നല്ല രീതിയിൽ നോക്കിക്കഴിഞ്ഞാലാണ് നമുക്ക് മുമ്പോട്ടുള്ള രീതിയിലും നമുക്ക് അസുഖങ്ങളൊന്നും വരാണ്ടിരിക്കുക. അതുകൊണ്ട് തന്നെ ജസ്റ്റ് നല്ല ഫുഡ് കുറച്ചും കൂടി ഹെവി ആയിട്ട് കഴിക്കുക. ഓക്കെ, ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ. കണ്ണടച്ചു. ഹൂ ഇസ് മോർ ലൈക്ലി ടു ഫൊർഗെറ്റ് ആൻ ആനിവേഴ്സറി? വെഡിങ് ആനിവേഴ്സറി മറക്കാൻ സാധ്യതയുള്ള ആളാരാ? രണ്ടുപേരും ഒരുപോലെ പറഞ്ഞു. അതിന് എപ്പോഴേലും മറന്നിട്ടുണ്ടോ? അല്ല, സംഭവം ഞങ്ങൾ 2 വർഷം കല്യാണം കഴിച്ചു. അപ്പം അതിന്റെ ഡേറ്റും ചെറിയ വ്യത്യാസമുണ്ട്. പിന്നെ ലൈഫിൽ മാരീഡ് എന്നുള്ള സംഭവത്തിനേക്കാളും ഏറ്റവും മെയിൻ ആയിട്ട് നമ്മൾ എത്ര കാലം ലോങ് ആയിട്ട് ജീവിച്ചു. അതെ, നല്ലൊരു എക്സ്ക്യൂസ് ആണത്. സത്യമായിട്ടും എക്സ്ക്യൂസ് അല്ല, ലോങ് ആയിട്ട് ജീവിക്കണമെന്നുള്ളൊരു മെന്റാലിറ്റി ഉണ്ടല്ലോ, അതൊന്ന്. പിന്നെ മറവിന്റെ ഒരു പ്രശ്നം, ഒരു ചെറിയ മറവി രോഗം. അത് ചേച്ചി ഇങ്ങനെ വാശി പിടിച്ച് അടിയുണ്ടാകും. അല്ല, ഇവൾക്ക് എന്താന്ന് ചോദിക്കുക, അതാണ് മെയിൻ. ഇല്ല, ചേച്ചി അങ്ങനെയാ പറഞ്ഞത്. ചേട്ടനാണ് മറന്നു പോകാൻ സാധ്യതയാന്നാ പറഞ്ഞത്. ആണോ? രണ്ടുപേരും സെയിം ആയിട്ടാ പറഞ്ഞത്.
ഈ ഒരു സെഗ്മെന്റ് കഴിഞ്ഞു. അപ്പൊ നമ്മൾ ചെറിയൊരു അടുത്ത ഒരു ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. നിങ്ങൾ രണ്ടുപേരും ഇതിന് സത്യസന്ധമായിട്ട് മറുപടി പറയണം. ഓക്കെ? ഇപ്പം നമുക്ക് ഓരോരുത്തർക്കും കുറേ സീക്രട്ട് ഹാബിറ്റ്സ് ഒക്കെ ഉണ്ടാവും നമ്മൾ പുറത്തറിയാത്ത. പക്ഷെ പാർട്ട്ണറിന് അറിയാൻ പറ്റും, കാരണം ഒരേ റൂമില് ഒരേ വീട്ടിലും ഒക്കെ താമസിക്കുന്ന ആൾക്കാരല്ലേ. അപ്പം ചേട്ടനുള്ള ഒരു സീക്രട്ട് ഹാബിറ്റ് എന്താ? രഹസ്യമായിട്ട് വെക്കുന്ന ഒരു കാര്യം. ഇതുവരെ അങ്ങനെയൊന്നും ഞാൻ കണ്ടുപിടിച്ചില്ല. ചേച്ചിക്ക് അങ്ങനെ എന്തെങ്കിലും സീക്രട്ട് ആയിട്ടുള്ള ഹാബിറ്റ്സോ? അങ്ങനൊന്നുമില്ല. അങ്ങനെയൊന്നുമില്ല, നമുക്ക് ഇടയിൽ സീക്രട്ടേ ഇല്ല. ഇപ്പൊ നിങ്ങൾ കല്യാണം കഴിഞ്ഞു, ഒരുപാട് വിവാദങ്ങളുണ്ട് നിങ്ങളുടെ ഏജ് ഗ്യാപ്പിനെ സംബന്ധിച്ചിടത്തോളം. അപ്പൊ അത് നിങ്ങൾ എപ്പോഴെങ്കിലും എഫക്ട് ചെയ്തിട്ടുണ്ടോ ലൈഫിൽ? ഒരുപാട് പേര് ഈ ഗ്രൂമിംഗ് എന്നൊക്കെ പറയുന്നുണ്ട്, അതെന്താ സംഭവം ഒന്നും അറിയില്ല. ഗ്രൂമിങ്ങോ? അതായത് ഏജ് കൂടുതലുള്ള ആളും കുറഞ്ഞ ആൾക്കാരുമായിട്ട് കല്യാണം കഴിക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ, അവരെ പറയുന്ന പോലെയാണ് പോലും ഗ്രൂമിങ്. കേട്ടിട്ടുണ്ട് ഞാൻ. ഇത് കേട്ടില്ലല്ലേ? അപ്പൊ അങ്ങനൊരു സംഭവം എൻ്റെ കമന്റ്സിൽ വന്നിട്ടുണ്ട്. പ്രായം കൂടുതലാണ് ആ കുട്ടിക്ക്, പിന്നെ കുട്ടിക്കല്ല പ്രായം കുറവാണ് ഇവൾക്ക്, പിന്നെ എനിക്ക് ആണെങ്കിൽ പ്രായം കൂടുതലും. ഇപ്പം നിങ്ങൾക്ക് ഇത് എഫക്റ്റ് ചെയ്യൂല. എനിക്കത് ഭയങ്കര ഫീലായി. കാരണം ഞാനിനി പ്രായം കൂടുമ്പം എൻ്റെ പക്ഷെ നമ്മൾ സൈക്കോളജിസ്റ്റ് ഒക്കെ പറയാറ് ആണുങ്ങൾക്ക് എപ്പോഴും ഏജ് കൂടി നിൽക്കുന്നതാണ് നല്ലത്, ഗേൾസിന് ഏജ് കുറവ് എന്നുള്ളതാണ്. ഏജ് ഗ്യാപ്പിന്റെ കാര്യം എനിക്കറിയില്ല, പക്ഷെ ഏജിന്റെ കാര്യം ഇങ്ങനെയാണ് അവർ പറയാറ്. അപ്പൊ ആക്ച്വലി അത് നല്ലതാണ് എന്ന് പറയപ്പെടുന്നുണ്ട്. അങ്ങനെ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? പിന്നെ എനിക്കത് കറക്റ്റായിട്ട് മനസ്സിലായി, അതങ്ങനെയാണ് കറക്റ്റ്. കാരണം എനിക്ക് കുറച്ച് കൂടി പ്രായമായി, ഞാനൊരു വയസ്സായി വരുമ്പോൾ എൻ്റെ കുട്ടീനെ നല്ല രീതിയിൽ നോക്കുന്ന ഒരു സംരക്ഷണം വരുന്നത് അമ്മയ്ക്കായിരിക്കും. അപ്പൊ അമ്മ എന്തായാലും ഉറപ്പായിട്ടും നോക്കും. അമ്മ നോക്കിയേ പറ്റൂ, അമ്മ നോക്കും, അതങ്ങനെ വരിക. അപ്പൊ അത് കാരണം കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ഏജ് ഗ്യാപ്പിന്റെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഞാൻ ഓപ്പണായിട്ട് പറഞ്ഞപ്പോഴും വിഷയമില്ലെന്ന് പറഞ്ഞു. വിഷയമില്ലാത്തൊരു കാര്യമാണ്. അപ്പൊ അതിന് എക്സാമ്പിൾ ആരെ എടുക്കാൻ പറ്റാം? ഫഹദ് ഫാസിൽ, നസ്രിയ ഭയങ്കര സച്ചിൻ തെണ്ടുൽക്കറിന്റെ കേസിലായാലും ഈ ആരുടെ കേസ് എടുക്കുവാണെങ്കിലും, മീൻസ് ഒട്ടുമിക്ക സെലിബ്രിറ്റീസിന്റെ കേസ് എടുക്കുവാണെങ്കിലും ഏജ് ഇസ് ജസ്റ്റ് എ നമ്പർ എന്നാണ് പറയാം. ഇമോഷണലി നമ്മൾ കണക്ട് ആയിരുന്നാൽ മതി. യെസ്, അണ്ടർസ്റ്റാൻഡിങ് ഇസ് മോർ ഇമ്പോർട്ടൻറ്റ്. പിന്നെ നിങ്ങൾ രണ്ടുപേരും പരസ്പരം സ്നേഹിച്ചാണ് നല്ല രീതിയിലാണ് ജീവിക്കുന്നത്. അപ്പൊ പിന്നെ ഇതൊന്നും ഒരു ഫാക്ടറേ അല്ല. ഓക്കെ. പക്ഷെ എപ്പോഴെങ്കിലും ഇങ്ങനെ ട്രോൾസും കാര്യങ്ങളും വരുമ്പോൾ ചേച്ചിക്ക് എപ്പോഴെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടോ വേണ്ടായിരുന്നു? അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. നമുക്ക് കിട്ടിയത് നല്ലൊരാളാണ്, അത് മതി. ഓക്കെ. ഇനിയിപ്പം നിങ്ങളുടെ ഫ്യൂച്ചർ പ്ലാൻസ് എന്തൊക്കെയാ? ഫ്യൂച്ചർ പ്ലാൻസ് നമുക്കിങ്ങനെ ഇൻസ്റ്റഗ്രാമിൽ നല്ല രീതിയിൽ കുറച്ചും കൂടി നല്ല വീഡിയോസ് ഇടണം, നോക്കണം, ശ്രമിക്കണം. പിന്നെ അതിൽ നിന്ന് എന്തെങ്കിലും ഒരു വരുമാനം വന്നതിന് ശേഷം പിന്നെ അങ്ങനെ പെയ്യെ നല്ലൊരു രീതിയിലേക്ക് മാറണം. അതാണ് എൻ്റെ പ്ലാന്. ഇവളുടെ പ്ലാന് ഫാഷൻ ഡിസൈനും പഠിക്കണം. അപ്പൊ അതിൽ വിട്ടു കഴിഞ്ഞാൽ ചിലപ്പം സിനിമക്കാരെ മേക്കപ്പ് ചെയ്യാനൊക്കെ പോകാൻ അങ്ങനത്തെ ഒരു ആഗ്രഹമുണ്ട് അവൾക്ക്. സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റ് ആവാനാണോ? അങ്ങനത്തെ. ഓക്കെ. അപ്പൊ ഭാവിയിൽ ഒരു സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റിനെയാണ് ഞാനിപ്പോ ഇന്റർവ്യൂ ചെയ്യണേ. അപ്പോഴത്തേക്ക് നല്ല കോൺഫിഡൻസ് ഒക്കെ വെച്ച് അടിപൊളിയായിട്ട് ഞാൻ, പക്ഷെ നേരത്തെ എന്നോട് പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു തീരെ മിണ്ടില്ലായിരിക്കും. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സംസാരിച്ചു. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അടുത്ത് കഴിയുമ്പം എല്ലാവരുമായിട്ടും മിണ്ടും. അല്ലെങ്കിൽ ഒരാളോട് സ്വന്തം വീട്ടിൽ പോലും ഭയങ്കര സംസാരിക്കാനൊരു, ഞാൻ എൻ്റെ അമ്മയോട് കാര്യങ്ങൾ പറയുമ്പോഴേ, ഇവളോട് കാര്യങ്ങൾ പറയുമ്പം അമ്മയോട് പോയി സംസാരിക്കുന്ന പറയുമ്പോൾ നിങ്ങൾ പോയി പറഞ്ഞു, നിങ്ങൾ പോയി പറഞ്ഞു. അനിയത്തിയോട് പറയുമ്പോഴും ഇതേ സെയിം സംഭവം തന്നെ. അനിയത്തി ഇതേപോലെ ഇൻട്രോവേർട്ട് ആണോ? അവളെ ആദ്യം ഇൻട്രോവേർട്ട് ആയിരുന്നു. അവളെ ഞാനൊരു 3 വയസ്സിലൊക്കെ ഹോസ്റ്റലിൽ കൊണ്ട് ചേർത്തിരുന്നു. അപ്പൊ അതിനുശേഷം കുറെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് കുട്ടീനെ ഞങ്ങളുടെ കൂടെ ഒരുമിച്ച് ജീവിക്കാനായിട്ട് കിട്ടിയത്. അതുവരെ ഞങ്ങൾക്ക് സിറ്റുവേഷൻസ് ഭയങ്കര മോശമായിരുന്നല്ലോ. അന്ന് വരെ അവള് ഇൻട്രോവേർട്ട് പോലെ ഇങ്ങനെ ആരാണ് എന്താണെന്നൊന്നും അറിയാണ്ട് ഇങ്ങനെ സൈലന്റ് മോഡിലായിരുന്നു. പക്ഷെ ഇന്ന് നമ്മളെ പോലും പിടിച്ചാൽ കിട്ടൂല. മേഘ എന്നാണ് പേര്. നമ്മൾ പൊതുവെ പറയുന്ന കേട്ടിട്ടുണ്ട്,
നമ്മൾ രണ്ടുപേരും സ്നേഹിക്കുന്ന ഒരു വീഡിയോ അല്ലെങ്കിൽ രണ്ടുപേരും തമ്മിലുള്ള ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിറ്റേ ദിവസം ഭയങ്കര അടിയാണ്. കപ്പിൾസിന്റെ ഇടയിൽ പൊതുവെ പറയപ്പെടുന്ന ഒരു കാര്യമാണ് സ്റ്റാറ്റസോ സ്റ്റോറിയോ റീലോ എന്ത് പോസ്റ്റ് ചെയ്താൽ എപ്പോഴെങ്കിലും അത് ഫീൽ ചെയ്തിട്ടുണ്ടോ? ഞങ്ങള് തമ്മിൽ ചർച്ച ചെയ്യാറുണ്ട്. ഞാൻ ചോദിക്കാറുണ്ട് ഇവരെന്ത് ഓരോ കമന്റ്സ് വരുമ്പോഴും ഞാൻ ഇവളോട് കാര്യം പറയും. സോറി, ഓരോ കാര്യങ്ങൾ പറയും. എടി ഇങ്ങനെ ഒരാൾ കമന്റ് പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ ഒരാൾ ഇത് പറഞ്ഞിട്ടുണ്ട്, എന്താ ചെയ്യുക? അപ്പോൾ ഇവള് പറയും അന്നേ പറഞ്ഞല്ല അത് ചെയ്യണ്ട ഇത് ചെയ്യണ്ട എന്നൊക്കെ പറയും. പിന്നെ കുഴപ്പമൊന്നുമില്ല, അവള് രണ്ടും കൽപ്പിച്ചാണ്. കുഴപ്പമൊന്നുമില്ല. നമ്മളിപ്പോ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് കൂടെ വെക്കുന്നുണ്ട്. കാരണം ഒരുപാട് പേര് ലൈഫിൽ എന്തെങ്കിലും ചെയ്യണം, ലൈഫിൽ എന്തെങ്കിലും ആവണം എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നത്. അങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഒന്നും അല്ലാത്ത ആൾക്കാർ പോലും ഇന്ന് നമ്മൾ പോലും കണ്ണ് ചിമ്മുന്ന ആൾക്കാരാണ്. ഇപ്പം ഒരുപാട് പേരുണ്ടല്ലോ അല്ലേ? ഓക്കെ, അപ്പൊ ലൈഫ് അതേപോലെ രക്ഷപ്പെടട്ടെ എന്ന് ആശംസിക്കുന്നു. ആൻഡ് അടുത്ത പ്രാവശ്യം കാണുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ വെച്ച് കാണുകയാണെങ്കിൽ ഒരു കുട്ടി ചിഹ്നൻ അല്ലെങ്കിൽ ഒരു കുട്ടി അപർണയൊക്കെ ആയിട്ട് കൂടെ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച് ഇവിടെ വരെ വന്നതിന്. ലാസ്റ്റ് ആയിട്ട് നമ്മുടെ ബി4കാരോട് എന്തെങ്കിലും പറയാനുണ്ടോ? ലൈഫിൽ ഇപ്പോഴും ഞാൻ മെയിനായിട്ട് പറയുന്ന ഒരു കാര്യം മാത്രമേ ഉള്ളൂ, ലഹരി എൻ്റെ ലൈഫിനെ തകർത്തു മൊത്തമായിട്ട്. ഞാനത് വീണ്ടെടുത്ത് ഇപ്പം നല്ലൊരു ജീവിതം ജീവിക്കട്ടെ, വീണ്ടും അങ്ങനെ പോകത്തുമില്ല. അപ്പം നിങ്ങൾ ഒരിക്കലും പോരുത്, സ്റ്റേ ആയിട്ട് നിൽക്കുക. അതിനുവേണ്ടി ഇപ്പൊ നമ്മുടെ ആഭ്യന്തരമന്ത്രി ഓപ്പറേഷൻ തൂഫാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഉറപ്പായിട്ട് അതൊക്കെ നല്ല കാര്യമാണ്. ഉള്ള കാര്യം പറയുന്നത് ഒരുപാട് ചെക്കന്മാർ ഇതിൽ നിന്നൊക്കെ വഴിതിരിഞ്ഞ് വേറൊരു ലൈഫിലേക്ക് വരും. അവർക്കൊക്കെ വിഷൻ ഉണ്ടാവും, ഭാവിയിലേക്ക് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്നൊരു വിഷൻ കിട്ടും. ഇപ്പം എനിക്ക് തന്നെ ഒരു ലൈഫിൽ ഒരു വിഷൻ കിട്ടിയത് തന്നെ ഞാനത് ഉപേക്ഷിച്ച് കളഞ്ഞാറുണ്ട്. ഞാനതൊരു വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൽ ജോജി തമ്പി എന്ന് പറയുന്ന ആളറിയാം? ജോജി തമ്പി അറിയാം? ജോജി തമ്പി, ഫുക്രു, അങ്ങനെയുള്ള ഒരുപാട് പേര് സെലിബ്രിറ്റീസ് ആയിട്ടുള്ള ആൾക്കാർ ചെറിയ ലൈക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം ഞാനിത് പറഞ്ഞു വരുന്നതിൻ്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ ഇതൊന്നും ഉപയോഗിക്കാതിരിക്കുക. എന്തിനാ വെറുതെ നമ്മുടെ ലൈഫ് കൊണ്ട് തുലയ്ക്കുക? നല്ല രീതിയിൽ ഒരു ലൈഫ് ഉള്ളപ്പോഴേ അതൊന്നും വേണ്ട, അത്രയൊക്കെ തന്നെ സ്റ്റേ എടുക്കുക. ഓക്കെ, താങ്ക് യു സോ മച്ച്. ആൻഡ് ഞങ്ങൾ 3 പേരെയും കേട്ടിരുന്ന ബി4നെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക് യു. ബൈ.